റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനുള്ളിൽ റഷ്യ ഫയർ ചെയ്തു എന്നുള്ള ഒരു വലിയ വാർത്ത പുറത്തുവന്നു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം പറഞ്ഞു, അത് ICBM അല്ല എന്ന്. ഇതിനുശേഷം എന്തൊക്കെ സംഭവങ്ങളാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പുതിയതായി നടക്കാൻ തുടങ്ങിയത്? പ്രധാനമായും UK പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഒരു കാര്യം പറഞ്ഞു, റഷ്യ ഇത് ഉക്രൈന് വേണ്ടി അല്ല ചെയ്യുന്നത്. ഉക്രൈനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് മറ്റ് പല ആയുധങ്ങളുണ്ട്. നേരിട്ട് ഇത് ഞങ്ങൾക്കായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. കളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം അറിയാൻ പോകുന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഈ മിസൈലുകൾ അയച്ചു. ഈ അകത്തേക്ക് വന്ന മിസൈൽ ഓഷ്നിക് എന്ന മിസൈലാണ്. അതിന്റെ മറ്റൊരു പേര് ദഹസൻ. ഇത് ഒരു IRBM ആണ്. ഇന്റർമീഡിയറ്റ് റേഞ്ചുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് മാക് 10 വേഗതയിൽ പോകും. പുടിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, മാക് 10+ പോകുന്ന ഒരു മിസൈൽ. യഥാർത്ഥത്തിൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടിയിലധികം ഏത് മിസൈൽ പോയാലും അതിനെ ഏതൊരു ആന്റി മിസൈൽ സിസ്റ്റത്തെ കൊണ്ടും തടയാനാകില്ല. ഇത് UK തന്നെ പറഞ്ഞൊരു കാര്യമാണ്. കാരണം UK ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ ക്ലോസ് ആയി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം നാളെ UKക്ക് സംഭവിക്കും, ഫ്രാൻസിന് സംഭവിക്കും, ജർമ്മനിക്കും സംഭവിക്കാം. അങ്ങനെ ഉക്രൈനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റി ഇവർ അവരുടെ ആയുധങ്ങളെല്ലാം അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു UK പറഞ്ഞത്. ഇപ്പോ റഷ്യ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മിസൈൽ ഹെസൽ എന്ന മിസൈൽ, അതും ഇപ്പോ റഷ്യയുടെ ഇൻവെന്ററിയിൽ ഒരു പുതിയ മിസൈലായി ആഡ് ചെയ്തു. ഇതിനു മുൻപ് റഷ്യ ഇതിനെക്കുറിച്ചുള്ള പ്രധാന പ്രഖ്യാപനങ്ങളോ കാര്യമായ ഒന്നും പുറത്തുവിട്ടില്ല. ഒരു പരീക്ഷണത്തിലായിരുന്ന മിസൈലിനെ നേരിട്ട് ഉക്രൈനിലേക്ക് ഫയർ ചെയ്യുകയും അവരുടെ ഫീൽഡ് ടെസ്റ്റ് അവർ ചെയ്ത് അവസാനിപ്പിച്ചു. പുടിൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന തുറന്നു തന്നെ പറഞ്ഞു, ഇത് നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. എത്ര തന്നെ ഉക്രൈനുള്ളിൽ വെസ്റ്റേൺ കൺട്രീസ് പ്രഷർ ചെലുത്തി വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് റഷ്യയ്ക്കുള്ളിൽ അയക്കുന്നുവോ, റഷ്യൻ മണ്ണിൽ വെസ്റ്റേൺ കൺട്രീസ് കാരണം ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾക്കെല്ലാം ഉക്രൈൻ മറുപടി നൽകും. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിന് മറുപടി നൽകും. ഈ യുദ്ധം ഞങ്ങൾ ഉക്രൈനോടുകൂടി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഉക്രൈന്റെ അതിർത്തികൾക്കും അപ്പുറം ഈ യുദ്ധം നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇപ്പോ UK ഇതിനെങ്ങനെ പ്രതികരിച്ചു എന്നറിയാം. UK PM സ്റ്റാർമറിനെ നമുക്കറിയാം. അദ്ദേഹം നേരിട്ട് തന്നെ പറഞ്ഞു, ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു, പുടിൻ ലോകത്തിലുള്ള ഏത് രാജ്യത്തെയും അത്ര പെട്ടെന്ന് വെറുതെ വിടില്ല. ഉക്രൈനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ധാന്യ ഉൽപാദനത്തിൽ, പ്രധാനമായും ഗോതമ്പ് ഉൽപാദനത്തിൽ 18% മുതൽ 20% വരെ അവരുടെ നിയന്ത്രണത്തിലാണ്. അത്തരം ഒരു രാജ്യത്തെ ഇപ്പോ പുടിൻ ആക്രമിച്ചതുവഴി യൂറോപ്പിനെ മുഴുവനായും ക്ഷാമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ റഷ്യ കൃത്രിമമായി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു ഭക്ഷണക്ഷാമം സൃഷ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യരെ കവചമായി ഉപയോഗിക്കുന്നത് ഒരു യുദ്ധക്കുറ്റം അല്ല. വിശപ്പ്, പട്ടിണി, ക്ഷാമം ഇവയെ പ്രകൃതിദത്തം അല്ലാതെ കൃത്രിമമായി സൃഷ്ടിച്ച് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതും യുദ്ധക്കുറ്റമാണ്. പുടിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു യുദ്ധക്കുറ്റവാളിയാണെന്ന് സ്റ്റേറ്റ്മെന്റിലൂടെ അവർ പറഞ്ഞു. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ICBM ടെസ്റ്റ് ചെയ്യണം എന്ന് റഷ്യ അനൗൺസ്മെന്റ് കൊടുക്കുന്നതെല്ലാം ഉക്രൈനെ അടിസ്ഥാനമാക്കിയല്ല, നേരിട്ട് UKയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോ ലണ്ടനിൽ നിന്നും റഷ്യയുടെ മോസ്കോ വരെയുമുള്ള ഷോർട്ടസ്റ്റ് ഏരിയൽ ഡിസ്റ്റൻസ് എന്നത് ഏകദേശം 2500 കിലോമീറ്റർ ആണ്. ഈ 2500 കിലോമീറ്ററിൽ ഈ മിസൈൽ വിചാരിക്കുകയാണെങ്കിൽ 30-35 മിനിറ്റിൽ എത്താൻ സാധിക്കും. റഷ്യ ഇപ്പോ ഫയർ ചെയ്ത ഈയൊരു മിസൈൽ ഉക്രൈന്റെ നിപ്രോ റീജിയണിൽ വന്നെത്താൻ വെറും 10ൽ കൂടുതൽ മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോ ഒരു ഹൈപ്പർസോണിക് വേഗതയേക്കാൾ മാക് 5ൽ കൂടുതൽ വേഗത്തിൽ അകത്തേക്ക് ഒരു മിസൈൽ പോകുമ്പോൾ അത് എത്ര വേഗത്തിലാണ് പോവുക എന്നുള്ളത് റഷ്യ ലൈവ് ടെസ്റ്റ് ഇവിടെ നടത്തിയതാണ്. അപ്പോ ഇതെല്ലാം UKയെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. UKയ്ക്കുള്ളിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ഉക്രൈൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും എന്ന് ഇൻഡയറക്റ്റായി റഷ്യ ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ മനുഷ്യത്വപരമായി ഒരു കാര്യം പറയണമെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, അവിടെയുള്ള ധാന്യം പുറത്തേക്ക് വിടാതെ തടയുകയും യൂറോപ്പിൽ ആർട്ടിഫിഷ്യലായി വിശപ്പ്, പട്ടിണി, ക്ഷാമം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത്? ഗാസയിൽ 45,000 പേരെ കൊല്ലുക മാത്രമല്ല ചെയ്തത്. ഈ 45,000 പേരിൽ തീവ്രവാദികൾ എത്ര പേരുണ്ട്, സാധാരണക്കാർ എത്ര പേരുണ്ട്,
ഒന്നും തന്നെ അറിയില്ല. നിങ്ങളുടെ കണക്കനുസരിച്ച് നോക്കിയാൽ 44,000 പേർ ഔദ്യോഗികമായി മരിച്ചു. ഈ 44,000 പേരും തീവ്രവാദികളാണ് എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? മാത്രവുമല്ല, ഗാസയ്ക്കുള്ളിൽ കൃത്രിമമായി വിശപ്പ്, പട്ടിണി, ക്ഷാമം ഇവയെല്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നേരിട്ട് അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ വരുന്നവരെ, അത് വാങ്ങാൻ വരുന്നവരെ വെടിവെച്ച് കൊല്ലുക, ഇങ്ങനെ പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ന്യായം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. റഷ്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യുദ്ധക്കുറ്റമായി പറയുന്നു. അപ്പോ ഭക്ഷണം എയർ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷണത്തെ വാങ്ങാൻ വരുന്ന ജനങ്ങൾക്ക് നേരെ തന്നെ നിറയൊഴിക്കുന്നു. യാതൊരു മനുഷ്യത്വമില്ലാതെ അവരെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോ ഇതൊന്നും യുദ്ധക്കുറ്റത്തിൽ വരില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യത്വപരമായ നടപടിയാണോ? ഇനി ഇതൊക്കെ മനുഷ്യത്വപരമായ നടപടിയാണെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ ഒരു യുദ്ധക്കുറ്റമായി മാറും? അപ്പോ നിങ്ങൾക്ക് അനുകൂലമായുള്ളവർ ചെയ്താൽ അത് തെറ്റല്ല, മറുവശത്തുള്ളവർ ചെയ്താൽ അത് തെറ്റായി മാറും. ആദ്യം ഇവർ ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ഇവർ എന്നാണോ നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അന്ന് മാത്രമേ എല്ലാം മാറുകയുള്ളൂ. അതുവരെയും ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. അന്നുവരെയും ഇവരുടെ പക്ഷപാത രാഷ്ട്രീയം അവിടെ തന്നെ ഉണ്ടാകും. ഇതേ സമയം കേഴ്സ്ക് മേഖലയിലായാലും അല്ലെങ്കിൽ ഈസ്റ്റേൺ പോക്രോവോസിലായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ ആക്സിലറേഷൻ നിരക്ക് അധികമായിട്ടുണ്ട്. അതും പ്രധാനമായി 21-ാം തീയതി ഇങ്ങനെ ഒരു സംഭവം ഉക്രൈൻ ചെയ്തതിനു ശേഷം പോക്രോവോസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ 20 കിലോമീറ്റർ വരെയും ഹൈ ആർട്ടിലറി അറ്റാക്ക് റഷ്യ നടത്തി. ഏതൊരു കാര്യത്തിനും ഒരു പരിധിയുണ്ടായിരിക്കും, ഒരു മാക്സിമം ലെവൽ. അതിനുശേഷം അതൊരിക്കലും തുടരില്ല. അതുപോലൊന്നാണ് ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയത്. പോക്രോവേഴ്സ് വീഴുകയാണെങ്കിൽ ഉക്രൈന് ഔദ്യോഗികയിൽ നടന്നതിനേക്കാളും, ബാറ്റിൽ ഓഫ് ബാഖ്മുത്തിൽ നടന്നതിനേക്കാളും വളരെ വലിയൊരു നഷ്ടം അവർക്ക് അവിടെ കാത്തിരിക്കും. കാരണം പോക്രോവേഴ്സ് റഷ്യയുടെ കൈകളിലേക്ക് പോയാൽ ഈ യുദ്ധം നിൽക്കണം എന്നാവശ്യമേ ഇല്ല. അടുത്ത ഈസ്റ്റേൺ സൈഡിലുള്ള പ്രധാനപ്പെട്ട ഗോഡ് സിറ്റീസ് എന്ന് പറയുന്ന പല പ്രദേശങ്ങളും റഷ്യയുടേതായി മാറും. അപ്പോ ഇതൊന്നും ഒരിക്കലും ഉക്രൈന് നല്ല കാര്യമേ ആയിരിക്കില്ല. 20 കിലോമീറ്റർ ദൂരത്തിൽ ആർട്ടിലറി സ്ട്രൈക്ക് നടന്നതുപോലും ഇതാണ് ആദ്യത്തെ തവണ. അതും പോക്രോവോസ് ബാറ്റിൽ ഇതാണ് ആദ്യമായി സംഭവിച്ചത്. ആവശ്യമില്ലാതെ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഒരു മിസൈൽ സ്ട്രൈക്ക് ചെയ്യുകയും ഇവയെല്ലാം ഉക്രൈൻ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സമാധാന ചർച്ചയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. അതല്ല, ആയുധങ്ങൾ വെച്ച് തന്നെ റഷ്യയെ തടയാൻ കഴിയും. അല്ലെങ്കിൽ ആയുധങ്ങൾ വെച്ച് റഷ്യയെ ആക്രമിച്ച് അതിലൂടെ അവരെ തടയാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ തെറ്റ്. ഒരു ആയുധ പോരാട്ടത്തിൽ ഇപ്പോ ഉക്രൈനെ കൊണ്ട് നാറ്റോ സഹായം ഇല്ലാതെ നേരിട്ട് റഷ്യയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം അതാണ് നോക്കേണ്ടത്. ഒരു പക്ഷേ നാറ്റോയുടെ സപ്പോർട്ട് നേരിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാറ്റോ സൈനികർ നേരിട്ട് ഉക്രൈനിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അപ്പോ നമുക്ക് പറയാം റഷ്യയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. ഇതിനിടയിൽ UK പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ UK കമാൻഡർ പറഞ്ഞത്, റഷ്യയുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. നാറ്റോയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു ഉത്തരവ് വരികയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് അപ്പൊ തന്നെ യുദ്ധം ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഉത്തരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ഒരേ ഒരു ചിന്തയിലാണുള്ളത്, റഷ്യയെ ആക്രമിക്കാൻ സാധിക്കും. നാറ്റോ അകത്തേക്ക് പോയാൽ റഷ്യയെ പെട്ടെന്ന് വീഴ്ത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ആണവായുധം ഇല്ലാത്ത ഒരു യുദ്ധത്തിൽ, അതായത് രണ്ട് വിഭാഗവും ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല എന്ന കണ്ടീഷനോടുകൂടി ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ റഷ്യ പരാജയപ്പെടും. വെറും 40 ദിവസം പോലും റഷ്യയെ കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനാകില്ല. 40 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ റഷ്യൻ ഭൂപ്രദേശവും നാറ്റോയുടെ കൺട്രോളിലേക്ക് വരും. എന്നാൽ എന്നാണോ ഒരു യുദ്ധ സാഹചര്യം റഷ്യൻ അതിർത്തിക്കുള്ളിൽ സൃഷ്ടിക്കുകയും നാറ്റോ സൈനികർ റഷ്യയെ ആക്രമിക്കാൻ വരുന്നത്, അപ്പോൾ തന്നെ റഷ്യ അവരുടെ ആണവായുധം ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ആണവായുധമല്ലാത്ത കൺവെൻഷണൽ വാറിൽ മാത്രമേ റഷ്യയെ നാറ്റോയ്ക്ക് പരാജയപ്പെടുത്താൻ സാധിക്കൂ. ഇനി ആദ്യമായി റഷ്യയ്ക്കുള്ളിൽ ഒരു ആക്രമണം അവർ നടത്തിയാൽ റഷ്യ തീർച്ചയായും ആണവായുധം പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിച്ചാൽ അവിടെ ആരും വിജയിക്കില്ല, ആരും പരാജയപ്പെടുകയുമില്ല. മുഴുവൻ ലോകത്തിനും അതൊരു അവസാനമായി മാറും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.